മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് കരയുന്ന മകളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ കരയണ്ട മോളെ, സങ്കടപ്പെടണ്ട മോളെ, എന്റെ തൊട്ടുപുറകിൽ അടുത്തത് നീയാണ് ഫാത്തിമ. നിബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ ഫാത്തിമ ചിരിക്കുകയാ. മരണം പറഞ്ഞപ്പ ചിരിച്ചവളാ ഫാത്തിമ, മരണം പറഞ്ഞപ്പോ ചിരിച്ചവളാ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ എന്ന ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഫാത്തിമ കാണുകയാ, അല്ലാഹുവേ ആയിഷ ഉമ്മാടെ മടിത്തട്ടിൽ കിടന്നിട്ട് നിബിതങ്ങൾ ലോകത്തോട് യാത്ര പറയുകയാണ്. ഫാത്തിമ അടുത്തിരുന്നിട്ട് ഉപ്പയുടെ കൈകാലുകൾ തടകുന്നുണ്ട്, തുണിയിൽ വെള്ളം തുടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നിബിതങ്ങൾ മരണപ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് യാത്ര പറയുകയാ. ഫാത്തിമ തളർന്നടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തളർന്നു പോയി. കാരണം തന്റെ കരളിന്റെ കഷ്ടമായ ഉപ്പയാണ് പോയിരിക്കുന്നത്. അതാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നിബിതങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് വരുമ്പോ, അനസേ എന്റെ ഉപ്പാന്റെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു അനസേ? അനസ് റളിയല്ലാഹു തആല അൻഹു നിബിതങ്ങളുടെ കൂടെ